എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ജാവ പ്രോഗ്രാമിനകത്ത് കമൻസ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കമൻസ് സിംഗിൾ ലൈനും ഉണ്ട്, മൾട്ടി ലൈനും ഉണ്ട്. ഈ വീഡിയോ കവർ ചെയ്യുന്ന 4 പോയിന്റ്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താ നമുക്ക് നോക്കാം. സിംഗിൾ ലൈൻ കമൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 2 ഫോർവേഡ് സ്ലാഷസ്. ഡബിൾ ഫോർവേഡ് സ്ലാഷ് യൂസ് ചെയ്താണ് ഒരു സിംഗിൾ ലൈൻ കമന്റ് നമ്മൾ ജാവ കോഡിനകത്ത് ആഡ് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, സിംഗിൾ ലൈൻ കമന്റ് ക്യാൻ ബി ആഡഡ് ബിഫോർ എ ലൈൻ ഓഫ് കോഡ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ ഓഫ് കോഡ്. സിംഗിൾ ലൈൻ കമന്റ് ഒരു കോഡ് സ്റ്റേറ്റ്മെന്റ് മുമ്പിലും ഒരു കോഡ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞും ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. തേർഡ് പോയിന്റ്, മൾട്ടി ലൈൻ കമന്റ് സ്റ്റാർട്ട്സ് വിത്ത് forward slash star and ends with star slash forward slash. അതായത് നമുക്ക് കമൻസ് മൾട്ടിപ്പിൾ ലൈനിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ മൾട്ടി ലൈൻ കമൻസ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർവേഡ് സ്ലാഷ് സ്റ്റാറും അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി സ്റ്റാറും ഫോർവേഡ് സ്ലാഷും ആണ്. ഫോർത്ത് പോയിന്റ്, ടെക്സ്റ്റ് ബിറ്റ്വീൻ ഫോർവേഡ് സ്ലാഷ് സ്റ്റാർ ആൻഡ് സ്റ്റാർ ഫോർവേഡ് സ്ലാഷ് വിൽ ബി ഇഗ്നോർഡ് ബൈ ജാവ. അതായത് കമൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിംഗിൾ ലൈൻ ആയിക്കോട്ടെ മൾട്ടി ലൈൻ കമൻസ് ആയിക്കോട്ടെ, ജാവ അത് എക്സിക്യൂഷന്റെ സമയത്ത് അത് ഇഗ്നോർ ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ നോക്കാം. ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ ലൈൻ കമന്റ് ആണ്. ഡബിൾ ഫോർവേഡ് സ്ലാഷ് യൂസ് ചെയ്താണ് സിംഗിൾ ലൈൻ കമന്റ് ആഡ് ചെയ്യുന്നത്. ഡബിൾ ഫോർവേഡ് സ്ലാഷ് യൂസ് ചെയ്തു ഒരു ഗ്രീൻ കളറിലാണ് അത് കാണിക്കുന്നത്. മറ്റൊരു കമന്റ് ഞാൻ ആഡ് ചെയ്യുവാണ്. നമ്മളൊരു കമന്റ് ആഡ് ചെയ്തു. സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്ന സിംഗിൾ ലൈൻ കമന്റ് ക്യാൻ ബി ആഡഡ് ബിഫോർ എ ലൈൻ ഓഫ് കോഡ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ ഓഫ് കോഡ്. ഇതിപ്പോൾ നമ്മൾ കമന്റ് ആഡ് ചെയ്തിരിക്കുന്നത് ബിഫോർ ലൈൻ ഓഫ് കോഡ് ആണ്. ഇനി നമുക്ക് എങ്ങനെ ഒരു ലൈൻ ഓഫ് കോഡിന്റെ ആഫ്റ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു കമന്റ് ആഡ് ചെയ്ത് നോക്കാം. അതായത് ഈ കോഡ് സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിങ് സെമിക്കോളിന് ശേഷം ഡബിൾ ഫോർവേഡ് സ്ലാഷ് യൂസ് ചെയ്യുക. എന്നിട്ട് ഈ പർട്ടിക്കുലർ ലൈൻ എന്താണെന്നുള്ളതാണ് ഞാൻ ഈ കമന്റ് ആയിട്ട് എഴുതാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഒരു കോഡ് സ്റ്റേറ്റ്മെന്റിന് ശേഷം നമ്മൾ സിംഗിൾ ലൈൻ കമന്റ് ആഡ് ചെയ്യുന്നു. അടുത്ത പോയിന്റ്, മൾട്ടി ലൈൻ കമന്റ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിന് ഫോർവേഡ് സ്ലാഷ് സ്റ്റാറും ഫോർവേഡ് സ്ലാഷും ആണ് യൂസ് ചെയ്യേണ്ടത്. അത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. നമ്മളിപ്പം മൾട്ടി ലൈൻ കമന്റ്സ് ആഡ് ചെയ്യാനുള്ള ഫോർവേഡ് സ്ലാഷ് സ്റ്റാറും ഫോർവേഡ് സ്ലാഷ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കമന്റ്സ് മൾട്ടി ലൈനിലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് 11th ലൈനിൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് കമന്റ് ആയിട്ട് എഴുതാൻ പോകുന്നത്. ഇങ്ങനെയാണ് ജാവയിൽ മൾട്ടി ലൈൻ കമന്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്തും എഡിറ്ററിലെ ചില ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്ത് നമുക്ക് കമന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാൻ ഈ മൾട്ടി ലൈൻ കമന്റ് റിമൂവ് ചെയ്യുകയാണ്. കമന്റ് റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ടൈം ആയിട്ട് എറർ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് കമന്റ് ആക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കമന്റ് ആക്കേണ്ട ആ 2 ലൈന് ഓഫ് കോഡ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡ് കൺട്രോൾ ഫോർവേഡ് സ്ലാഷ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കമന്റ് ആയിട്ട് മാറും. പക്ഷേ ഇതൊരു സിംഗിൾ ലൈൻ കമന്റ് പോലെ ഡബിൾ ഫോർവേഡ് സ്ലാഷ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഈ കമന്റ് ആഡ് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ്. വേറെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും ഇതുപോലെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സോഴ്സ് എന്നുള്ള ഈ ടാബിൽ പോവുക. സോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആഡ് ബ്ലോക്ക് കമന്റ് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ബ്ലോക്ക് കമന്റ് ആയിട്ട് മാറും. ഇങ്ങനെ ചെയ്യുമ്പോൾ മൾട്ടി ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സോഴ്സിൽ പോവുക, റിമൂവ് ബ്ലോക്ക് കമന്റ്. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യാം. ഇത് നമുക്ക് മൾട്ടി ലൈൻ കമന്റ് ആയിട്ട് തന്നെ മാറ്റാം. അപ്പോൾ എല്ലാവർക്കും
എങ്ങനെയാണ് ജാവ പ്രോഗ്രാമിനകത്ത് സിംഗിൾ ലൈൻ കമൻറ്റും മൾട്ടി ലൈൻ കമൻസും ആഡ് ചെയ്യുന്നത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.